ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വണ്ടിയിൽ പോകുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എവിടത്തേക്ക് പോയില്ല യാത്രയിലാന്ന്. വേറെ എവിടെയല്ല, പയ്യന്നൂരേക്ക് പോകുന്നതാണ്. കുറച്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ്. പനിയായിട്ട് കിടപ്പിലായതുകൊണ്ട് തന്നെ 3-4 ദിവസം ലേറ്റ് ആയിട്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പയ്യന്നൂർ അമ്പലത്തിൽ ആരാധനാ മഹോത്സവം നടക്കുന്നുണ്ടായിന്. നവംബർ 15 മുതൽ 30 തീയതി വരെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്വന്തം നാടായിട്ട് എനക്കൊന്ന് പോകാൻ പറ്റിയിട്ടേ ഉണ്ടായിട്ടില്ല. അങ്ങനെ എന്തായാലും തീരുന്ന ദിവസം ശനിയാഴ്ചയാണ് തീരുന്നുണ്ടായിന്. അപ്പം നമ്മൾ വെള്ളിയാഴ്ച ഇതാ ഓട്ടോ ആക്കിയിട്ട് പയ്യന്നൂരേക്ക് പോവുകയാണ്. പനിയും ചുമയും ആയതുകൊണ്ട് എനിക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ശ്വാസം ഇങ്ങനെ വലിക്കുന്നത് പോലെ ആവുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാണ്ടുന്നത്. എനിക്ക് വോയിസ് ഓവർ ചെയ്യാൻ പറ്റുന്നുണ്ടായിട്ടില്ല. പിന്നെ ഞാനിന്ന് വിചാരിച്ചിരുന്നു എനിക്ക് കുറച്ചൊരാശ്വാസമുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ഇന്ന് വീഡിയോ എന്തായാലും പോസ്റ്റ് ചെയ്യാണ്. അങ്ങനെ ഇതാ ഞങ്ങൾ ഈ പയ്യന്നൂർ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ പിന്നെ കാര്യമായിട്ടൊന്നും കാണിക്കാനൊന്നുമില്ലല്ലോ, അതുകൊണ്ട് വീഡിയോ എടുത്തിട്ടില്ല. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു റോഡുമ്മൽ. അപ്പം നമ്മൾ നേരെ ആദ്യം വീട്ടിലേക്കാണ് പോയത്. വീട്ടിൽ പോയിട്ട് നമ്മളെ ഡ്രസ്സും കാര്യങ്ങളും ബാഗും എല്ലാം അവിടെ വീട്ടിൽ വെച്ചിട്ടാകുമ്പം അവിടെ നിന്ന് അമ്മേനെയും പിള്ളേരെയെല്ലാം കൂട്ടിയിട്ട് വേണം നമുക്ക് തിരിച്ച് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വണ്ടി തിരിച്ചു വിടേണ്ടതല്ലേ. നമ്മൾ ചുഴലീനെ വണ്ടിയാക്കിയിട്ടാണ് പോയത്. അപ്പോൾ വണ്ടി നമുക്ക് തിരിച്ചു വിടേണ്ടതാണ്. അങ്ങനെ ഇതാ ദേവൂട്ടി മറ്റേ സേതുരാമയ്യറെ പോലെ ബേക്കിൽ കൈയെല്ലാം കെട്ടിയിട്ട് മുന്നിൽ നടന്നു പോകുന്നുണ്ട്. വീട്ടിലെല്ലാവരും റെഡിയായി ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിന്. ഏച്ചിക്ക് കാലുവേദന ആയതുകൊണ്ട് ഏച്ചി വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ അച്ഛൻ്റെ അമ്മ നേരത്തെ അമ്പലത്തിൽ പോയിട്ട് വന്നു കേട്ടോ. അമ്മമ്മക്ക് സുഖമില്ലാത്തതുകൊണ്ട് തന്നെ ഈ തിരക്കിലും കാര്യത്തിലും പോകാനാവാത്തതുകൊണ്ട് അമ്മമ്മേനെ നേരത്തെ അനീഷേട്ടൻ ഓട്ടോയിൽ കൂട്ടിയിട്ട് പോയിട്ട് വന്നിട്ടുണ്ടായിന്. അങ്ങനെ ഇതെല്ലാവരും റെഡിയായി നമ്മൾ അമ്പലത്തിലേക്ക് പോവാനേ. അങ്ങനെ അമ്പലത്തിലല്ല, കുറച്ച് മുന്നോട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിന്. കാരണം ഭയങ്കര ബ്ലോക്കും കാര്യമെല്ലാം ആയതുകൊണ്ട് തന്നെ വണ്ടി തിരിക്കാൻ വിഷമമായിരിക്കും. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഓട്ടോ വിട്ടു. എന്നിട്ട് നമ്മളിതാ നടന്ന അമ്പലത്തിലേക്ക് പോവാണ്. തീരുന്ന ദിവസമാണ്. പിന്നെ എന്താ വെള്ളിയാഴ്ച ആയിരുന്നു കേട്ടോ. തീരുന്ന ദിവസമല്ല, തീരുന്ന ദിവസത്തിൻ്റെ തലേന്ന് അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു, നല്ല തിരക്കാണ്. അതുകൊണ്ട് തന്നെ ഓരോരോ കുട്ടികളെയും ഓരോരാളെ ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ. മിസ്സായി പോയാൽ പിന്നെ നമ്മൾ പെട്ടുപോകും, അത്രയ്ക്കും തിരക്കായിരിക്കും. അതുകൊണ്ട് ഓരോരാളെ കയ്യിലും ഓരോരാളുണ്ട്. അമ്മമ്മേനെ അനൂനെ ഏൽപ്പിച്ചു. പിന്നെ അമ്മ ഇതാ ദേവൂട്ടിനെയും പിടിച്ച് കിടക്കുന്നുണ്ട്. ബാക്കി നന്ദു എൻ്റെ അടുത്തുണ്ട്, അപ്പു പൃഥ്വിയുടെ അടുത്തുണ്ട്. അങ്ങനെയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ പോയി നമ്മളിത് അമ്പലത്തിലേക്ക് കയറുമ്പോൾ മുതൽ കാണാനുള്ള കാഴ്ചകൾ ഒരുപാടുണ്ട്. കാണാനും നമുക്ക് വാങ്ങിക്കാനും ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പം അതിങ്ങനെ കുറച്ച് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഒന്നാമത് തിരക്കിൽ എനിക്കങ്ങനെ മര്യാദക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിട്ടില്ല കേട്ടോ. ഫോൺ ഇങ്ങനെ ഷെയ്ക്ക് ആയിക്കൊണ്ട് നിൽക്കുന്നതിന് ആളെ കൂട്ടത്തിൽ അങ്ങനെ ഫോണും പിടിച്ച് നടക്കാനൊന്നും പറ്റുന്നുണ്ടായിട്ടില്ല. അപ്പോൾ എന്തായാലും ഇതേപോലെ കുഞ്ഞി ഇങ്ങനെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം നിങ്ങളെന്തായാലും ഒന്ന് കണ്ടിട്ട് കേട്ടോ.
ഈടിയിലെ ചന്തകൾ കയറിയാലും തീരൂല കേട്ടോ. അമ്പലത്തിന് ഫുള്ള് അമ്പലം തന്നെ വലിയ അമ്പലമാണ്. അതിന് ചുറ്റും എന്ന് പറഞ്ഞ പോലെ ചന്തയാണ്. അപ്പം നമ്മൾ അമ്പലത്തിൽ തോന്നിയൊന്നും വീഡിയോ എടുത്തിട്ടില്ല. എന്താ വെച്ചാൽ അങ്ങോട്ടേക്ക് അടുക്കാൻ പറ്റൂല, അത്രക്ക് തിരക്ക്, പറഞ്ഞാൽ അത്രക്ക് തിരക്കായിരുന്നു. അങ്ങനെ ഇതൊരു മലബാർ മേള എന്ന് പറഞ്ഞിട്ട് ഒരു എക്സിബിഷൻ പോലെ അങ്ങനെ ഒരു വേറെ തന്നെ ഒരു സംഭവമായിരുന്നു കേട്ടോ. പിന്നെ എല്ലാത്തിനും 20 രൂപ, അങ്ങനെ കമ്മലിനെല്ലാം 20 രൂപ. ഞാൻ വാങ്ങിയിട്ടുണ്ട്, അതെല്ലാം ഞാൻ വെയ്യ കാണിച്ചു തരുന്നുണ്ട് വാങ്ങിയ സാധനങ്ങളെല്ലാം. പിന്നെ 20-30 രൂപ മാത്രമുള്ള കടകളാണ് പുറത്ത് കുറേ എല്ലാം ഉണ്ടായത്. അതിൻ്റെ ഇടയിൽ ഇതാ നമ്മളെ അച്ഛൻ്റെ പിന്നെ കസിനെയും പിന്നെ കസിൻ്റെ മോളെയെല്ലാം കണ്ടിട്ടുണ്ട്. അവർ ഒരേപോലെ സാരിയെല്ലാം എടുത്തിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അമ്മി മോളെല്ലാം. അപ്പോൾ അവരോട് സംസാരിച്ച് വീഡിയോ എല്ലാം എടുത്തു. പിന്നെ കുറേ ആളെ പരിചയമുള്ളവരെ കണ്ടിട്ടുണ്ട് കേട്ടോ, ഫ്രണ്ട്സുക്കളെ എല്ലാം കണ്ടിട്ടുണ്ടായിന്. അങ്ങനെ അവരോടെല്ലാം വർത്താനം പറഞ്ഞ് പിന്നെ നമ്മളിതാ ചന്ത കറങ്ങിക്കൊണ്ട് നിൽക്കുവാന്ന്. അതിൻ്റെ ഇടയിലാണ് നമ്മൾ അപ്പൂട്ടൻ പിന്നെ എന്താണ് ഇപ്പം അതിൻ്റെ പേര്, പൊട്ടറ്റോ ട്വിസ്റ്റർ അങ്ങനെ തന്നെയല്ലേ പറയുക, പൊട്ടറ്റോ ട്വിസ്റ്റർ അങ്ങനെ എന്തോ ആ സംഭവം വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളും അത് ഫോട്ടോയിലെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇതുവരെ കഴിച്ചിട്ടുണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ എന്തായാലും ഒരു കൗതുകത്തിന് ഇത് അപ്പൂട്ടൻ പൊട്ടറ്റോ ട്വിസ്റ്റർ വാങ്ങിയിട്ടുണ്ട്. അതിന് 60 രൂപ എങ്ങാനായിരുന്നു തോന്നിട്ടാ. ഇത് നമ്മളെ ഫേവറേറ്റ് പിന്നെ എന്താണിപ്പോൾ കോളിഫ്ലവർ പൊരിച്ചതില്ലേ, കോളിഫ്ലവറും വാങ്ങിയിട്ടുണ്ട് നമ്മൾ 2 പ്ലേറ്റ്. ഇപ്പം വില കൂടി, പക്ഷേ അതിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു കേട്ടോ. എല്ലാ വർഷത്തിനെക്കാട്ടിയും ഇപ്പം 80 രൂപയാക്കിയിട്ടുണ്ട്, പക്ഷേ ക്വാണ്ടിറ്റി തീരെ കുറവായിരുന്നു. അപ്പോൾ അപ്പൂട്ട ഫസ്റ്റ് തന്നെ പൊട്ടറ്റോ ട്വിസ്റ്റർ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം ഓനതെൻ്റെ വായിലേക്ക് വെച്ചതിന് ആദ്യം ഓൻ സൂപ്പർ നല്ല എക്സ്പ്രഷൻ കാണിച്ചെങ്കിലും പിന്നെ ഓനത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിട്ടില്ല കേട്ടോ. നമ്മളിത് കാണുമ്പോൾ നമ്മൾ ഫോട്ടോയിലും അല്ലെങ്കിൽ ചില വീഡിയോസിലെല്ലാം കാണുമ്പോൾ നമ്മളിത് ഭയങ്കര ക്രിസ്പി ആയിട്ടുള്ള സംഭവമാണെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് ഇവരിപ്പം വെറുതെ എണ്ണയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് എന്നാ വേവിക്കുവാനേ ഇല്ലു. ഇത് ഫ്രൈ ആയിട്ടൊന്നുമില്ല കേട്ടോ, വെറുതെ ഇങ്ങനെ നമ്മൾ വെന്ത പൊട്ടറ്റോ തിന്നൂലേ അതുപോലെ. പിന്നെ ഇത് നമ്മളെ ഫേവറേറ്റ് കോളിഫ്ലവർ നമ്മൾ തിന്നുകൊണ്ട് നിൽക്കുവാന്ന്. പ്രതിയായിട്ട് നോക്കി നിൽക്കൽ മാത്രമാണ്, വേണ്ടാന്ന് പറഞ്ഞിട്ട് തിന്നിട്ടുണ്ടായിട്ടില്ല. ഇതാണ് അമ്പലത്തിൻ്റെ അകത്തേക്ക് പോകുന്ന ആ എൻട്രി. അവിടെ അടിപൊളി ഡെക്കറേഷനും കാര്യങ്ങളായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി നമ്മൾ അമ്പലത്തിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് പോവാന്ന് പിന്നെ ആടത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആടെ കൂടുതലും ഇതേപോലെയുള്ള എന്താ കടല, ചോളം, പിന്നെ ഈ പാദസരം അങ്ങനത്തെ എല്ലാ ഐറ്റംസ് ആയിരുന്നു കേട്ടോ. അപ്പുറത്തെ സൈഡിലാണ് കൂടുതലും എല്ലാ ചന്തകളും ഉള്ളത്. ഇവിടെ ഒന്ന് പാത്ര ഐറ്റംസ്, അതേപോലെ ഈ പ്രതിമ, അങ്ങനത്തെ കുഞ്ഞു സംഭവങ്ങളായിരുന്നു കേട്ടോ. ഈ റോഡ് സൈഡിൽ വെച്ചിട്ടുള്ള ഐറ്റംസാണ്. അല്ലാണ്ട് അപ്പുറത്ത് നമ്മൾ കണ്ടതുപോലെ ചന്ത നല്ല കടയെല്ലാം കെട്ടിയിട്ട് അങ്ങനെ വെക്കുന്നതല്ല കേട്ടോ. പക്ഷെ ഇടിയും ഉണ്ടായിന്, ഒരുപാട് ഐറ്റംസ് ഉണ്ടായിന്. പക്ഷെ ഇവിടുന്നൊന്നും നമ്മളൊന്നും വാങ്ങിയിട്ടില്ല. നമ്മൾ ഏകദേശം വാങ്ങാനില്ലതെല്ലാം നമ്മുടെ അപ്പുറത്തെ കടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ഏത് നമ്മളെ 20-30 രൂപക്ക് കിട്ടുന്ന കടയില്ലേ, ആടുന്ന് ഏകദേശം എല്ലാം വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം കണ്ടാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസിനോട് ഭയങ്കര ഇഷ്ടം. ഈ പാവേനെ പോലത്തെ സംഭവം പക്ഷെ ഒന്നും വാങ്ങി തന്നിട്ടില്ല കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മൾ അടുത്ത കാഴ്ചകളെല്ലാം കണ്ടിട്ടാകുമ്പോൾ നമ്മൾ ഓട്ടോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അങ്ങനെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഓട്ടോ കിട്ടി. അന്ന് അമ്പലത്തിൽ രാത്രി നാടകമായിരുന്നു കേട്ടോ. അപ്പോൾ നാടകത്തിനുള്ള ആളുകളെല്ലാം ഇതാ ഇങ്ങനെ നാടകം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആളുകളെല്ലാം അടി ഇരുന്നിട്ടും നിന്നിട്ടുള്ള നാടകം കാണുന്നുണ്ട്. നമ്മളെന്തായാലും നിന്നിട്ടൊന്നുമില്ല, ഭയങ്കര പൊടിയാണ് കേട്ടോ. 2 ദിവസം പോയിട്ട് തന്നെ ആ പൊടിയടിച്ചിട്ടാണ് എനിക്കിപ്പോൾ ഇന്ന് ഈ അവസ്ഥ വന്നത്. മാസ്ക് ഇടാണ്ട് പോയത് ഏറ്റവും വലിയ അബദ്ധമായിപ്പോയി. അതിൻ്റെതാണ് ഞാനിപ്പം അനുഭവിക്കുന്നത്. അങ്ങനെ നമ്മളിതാ വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 10:45-11 മണി ആവാനായിട്ടുണ്ടായിന് കേട്ടോ. അപ്പോഴത്തേക്ക് അച്ഛനുള്ള ഫുഡ് കഴിച്ച് കിടന്നിട്ടുണ്ടായിന്. അപ്പം അച്ഛനെ കണ്ടിട്ടില്ലല്ലോ വന്നിട്ട്, അതുകൊണ്ട് നേരെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് റൂമിൻ്റെ അകത്തേക്ക് പോയി. അപ്പം അച്ഛൻ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടായിന്. അങ്ങനെ അച്ഛനോട് വർത്താനം പറഞ്ഞു. അച്ഛൻ പറഞ്ഞു വേഗം പോയി ഫുഡ് കഴിക്കുമെന്ന് പറഞ്ഞ്. അങ്ങനെ നമ്മളിതാ ഫുഡ് കഴിക്കാൻ പോവാന്ന്. ഞാൻ കഴിച്ചിട്ടുണ്ടായിട്ടില്ല കേട്ടോ. ഞാൻ രാത്രി ചോറുണ്ടായില്ല. അന്നെന്നാ കഴിച്ചേ, എന്തോ കഴിച്ചിട്ടുണ്ടായിരുന്നു, അത് എടുത്തിട്ടില്ല. അപ്പോൾ മീൻ കറിയും പിന്നെ മീൻ പൊരിച്ചതും വേറെ എന്തോ വറവാ എന്തോ ഉണ്ടായിരുന്നു, കൂട്ടുകറി പൃഥ്വിയുടെ ഫേവറേറ്റ് കൂട്ടുകറിയാണ് ഉണ്ടായിന്. ഇനി ഞാൻ അമ്പലത്തിൽ നിന്ന് എന്തെല്ലാം വാങ്ങീനിന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എനിക്ക് പൃഥ്വിയായിട്ട് പൈസ തന്നിട്ട് ഞാൻ കുറേ ഐറ്റംസ് എല്ലാം വാങ്ങീനി. നേരത്തെ ഞാൻ പറഞ്ഞില്ല എനിക്കൊന്നും വാങ്ങി തന്നിട്ടില്ല, അത് ആ പാവേൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു തന്നിട്ട്. അല്ലാണ്ട് ഇത് ഇനി കാണുന്ന ഐറ്റംസ് എല്ലാം പൃഥ്വിയായിട്ട് പൈസ തന്നിട്ട് വാങ്ങിയതാണേ. അപ്പോൾ 3 ജോഡി ഷോക്സ് വാങ്ങിയിട്ടുണ്ട്. 100 രൂപയാണ് കേട്ടോ ഈ 3 ജോഡിക്ക്. അപ്പം ഞാൻ എന്തായാലും ഷോക്സ് വാങ്ങാൻ ഉദ്ദേശിച്ചിരിക്കുന്നുണ്ട്. എനിക്ക് ജിമ്മിൽ പോകുമ്പോൾ ഷോക്സ് വേണം. അങ്ങനെ എല്ലാം ഒരു ജോഡി ഞാൻ ഏച്ചിക്ക് കൊടുത്തു, ബാക്കി 2 ജോഡി ഞാനും എടുത്തു. ഇനി അടുത്തത് എന്താ, നല്ല ഷോക്സ് തന്നെയാണ് കേട്ടോ. അടുത്തത് എന്നാ വാങ്ങിയത്, ഓരോ ഐറ്റംസ് ആയിട്ട് ഏച്ചി ഇങ്ങനെ എടുക്കുന്നുണ്ട്. അടുത്തത് ഇതാ ഇതെന്താ ദിനോസർ അല്ലേ, ദിനോസർ തന്നെയാന്ന് തോന്നുന്നു. ദിനോസർ ഇതൊരു ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയിട്ട് ഞാൻ വാങ്ങിയതാണ് കേട്ടോ. ഇനി 30 രൂപയാണേ. അതുപോലെ തന്നെ വേറൊരു ആമേനെ പോലത്തെ ഒരു സംഭവം, ആമ എന്നല്ലേ ഇത്, അതെ ആമ.
ഇതിങ്ങനെ ഷോക്കേസിൽ വെക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും കെട്ടി തൂക്കിയിടാം അങ്ങനെ ഉദ്ദേശിച്ചിട്ട് വാങ്ങി. എനിക്ക് ഇങ്ങനത്തെ ക്യൂട്ട് സാധനങ്ങൾക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിള്ളേരെക്കാട്ടിയും കഷ്ടമാണ് എൻ്റെ കാര്യം. എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാനിതാ 2 മാല വാങ്ങിയിട്ടുണ്ട്. ഇങ്ങനത്തെ മാലയൊന്നും ഞാൻ ഇടലും വാങ്ങലും ഇല്ല. പക്ഷെ കണ്ടേരം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിയതാണേ. എപ്പെങ്കിലും വല്ല കല്യാണത്തിനെല്ലാം പോകുമ്പോൾ വേണമെങ്കിൽ ഇടാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇല്ലെങ്കിൽ നന്ദൂനായാലും ഇടാമല്ലോ. ഇനി 50 രൂപയാണ് കേട്ടോ. സെറ്റ് സാരീൻ്റെ കൂടെയെല്ലാം നല്ല ഭംഗിയുണ്ടാവും. പിന്നെ ഇത് ഈ ഒരു മാല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതാണ്. ഇതിനും 50 രൂപ തന്നെയാണ്. പിന്നെ നമുക്ക് ഇതന്നെ സാരീൻ്റെ കൂടെയും സെറ്റ് സാരീൻ്റെ കൂടെയെല്ലാം നല്ല അടിപൊളി ആയിരിക്കും ഇട്ട് കഴിഞ്ഞാൽ. പിന്നെ ഇതാ 2 സിൽവറിൻ്റെ 2 ചെയിൻ എടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് അപ്പൂനും ഒന്ന് കുട്ടാപ്പിക്കും വാങ്ങിയതാണ്. അങ്ങനെ 2 മാല എടുത്തിട്ടുണ്ടായിന്. പിന്നെ ഞാനിതാ ഒരു ക്ലിപ്പ്, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിനെ. ഇതിനും 50 രൂപയാണ് കേട്ടോ. ഇത് ഞാൻ അത്യാവശ്യം എന്തെങ്കിലും ഫംഗ്ഷനെല്ലാം പോകുമ്പോൾ നമുക്ക് കുത്താലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ്. അങ്ങനെ അതെല്ലാം എടുത്ത് ഞാൻ സൂക്ഷിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ കളർ പൊട്ട്, ഇത് നന്ദു കളർ പൊട്ട് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്ന് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാനൊരു നെയിൽ കട്ടർ വാങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം 20 രൂപേൻ്റെ സാധനങ്ങളാണ്. ആ സിൽവർ കളർ മാല, പിന്നെ ഈ പൊട്ട്, പിന്നെന്താ നെയിൽ കട്ടർ എല്ലാം 20 രൂപേൻ്റെ ഐറ്റംസാണ്. പിന്നെ ഈ പേപ്പറിൻ്റെ ഉള്ളിൽ ഞാനൊരു ലൈറ്റർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഈ ലൈറ്ററിന് 80 രൂപയാണ് കേട്ടോ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ പോയാലും 20 രൂപേൻ്റെ കടയിൽ ലൈറ്റർ ഉണ്ടായിന്. പക്ഷേ ഞാനിത് വാങ്ങിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഇതാ കുറച്ച് കമ്മൽ വാങ്ങിയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ ഈ കമ്മൽ. ഇതിന് വെറും 20 രൂപ മാത്രമേ ഇല്ല കേട്ടോ. ഇതാ ഈ 2 കമ്മലും 20 രൂപയാണ്. 2 അല്ല, ഇതെല്ലാം 20 രൂപയാണ്. ഇത് ഓരോരാൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ. ഒന്ന് നന്ദു എടുത്തു, ഒന്ന് അനു എടുത്തു, പിന്നെ ഒന്ന് നമ്മളെ മാളൂന്, പിന്നെ ഒന്ന് എനക്ക്. അങ്ങനെ 4 കമ്മല ഞാൻ വാങ്ങിയിട്ടുണ്ടായിന്. പിന്നെന്താ, ഇതൊരു ക്ലിപ്പ് വാങ്ങിയിട്ടുണ്ടായിന്. ഇത് അനുവിനൊരു മുടിക്കിറുക്കുന്ന ഇത് വേണമെന്ന് പറഞ്ഞിട്ട് ഓള് വാങ്ങിയതാണ്. പിന്നെ നമ്മളെ ചൊറവള, ഇനി വേറെ എന്തെങ്കിലും പറയുമോ എനിക്കറിയില്ല. ചൊറവളാണ് നമ്മൾ പറയൽ. ദേവൂട്ടിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ് കേട്ടോ. പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനത്തെ വള എനിക്ക്. അങ്ങനെ അത് ദേവൂട്ടിക്ക് വാങ്ങിയതാണ്. പിന്നെ ഇത് ഞാൻ തലയിൽ കുത്താൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു ഇത് വാങ്ങിയതാണ്. ഇതെല്ലാം 20 രൂപയാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ട ഐറ്റംസ് എല്ലാം 20ആണ്. ഈ കമ്മലും 20. ഇത് നമ്മളെ മാളൂന് വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ മയിലിൻ്റെ സംഭവമില്ലേ, ഇതേപോലത്തെ ഒരു കമ്മൽ അനു എനിക്ക് വാങ്ങിയിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളർ വരുന്നത്. അതിൻ്റെ സിൽവർ കളറാണ് ഞാൻ മാളൂന് വാങ്ങിയത്. പിന്നെ ഈ തലയിൽ കുത്തുന്നതെല്ലാം പിന്നെ ഞാൻ വാങ്ങിയതാണ്. ഇത് ഏച്ചീൻ്റെ കമ്മലാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇത് നല്ല സാരീൻ്റെ കൂടെയെല്ലാം നല്ല അടിപൊളി ഉണ്ടാവും. ഒരുപാട് കമ്മലുണ്ട് കേട്ടോ. 20 രൂപക്ക് കണ്ടാലും മതിയാവില്ല, വാങ്ങിയാലും മതിയാവില്ല. അത്രയ്ക്ക് കമ്മലുണ്ടായിന്. അപ്പോൾ പിന്നെന്താ, പിന്നെ ഞാൻ നമ്മളെ ദോശക്കല്ലിൽ എണ്ണ തടവുന്ന ബ്രഷില്ലേ, അത് വാങ്ങിയിട്ടുണ്ട്. ഒന്ന് അമ്മക്ക് വാങ്ങിയതാണ്. പിന്നെ നമ്മളെ കുപ്പി കഴുകുന്ന സാധനം, ഇതെല്ലാം ഞാൻ ഓരോ വർഷവും ഞാൻ അമ്പലത്തിൽ നിന്ന് വാങ്ങലുണ്ട് കേട്ടോ. 20 രൂപയല്ലേ ഇല്ലു, അപ്പം ഞാൻ ഓരോ വർഷവും വാങ്ങും. പിന്നെ നമ്മളെ പാത്രമല്ല, നമ്മളെ മീനെല്ലാം ഇങ്ങനെ തിരിച്ചിടുന്ന സംഭവം, മീൻ ഫ്രൈ ചെയ്യുമ്പോൾ തിരിച്ചിടുന്ന സംഭവം, പിന്നെ നമ്മളെ പാത്രം ഇറുക്കുന്ന സംഭവം, ഇതിനെല്ലാം 20 രൂപയാണോ 20ഓ 30ഓ ആ കടയിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 20ഓ 30ഓ എനിക്ക് തോന്നുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു സ്ക്രൂ ഡ്രൈവറെല്ലാം അമ്മ വേണമെന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടാണ്. ഇത് നമ്മളെ ഇതില്ലേ, എന്താ പറയുക, ഈ ബാത്റൂമിലെല്ലാം തൂക്കുന്ന അടോണില്ല അങ്ങനത്തെ ഒരു സംഭവമില്ലേ, നല്ല മണവുമില്ല സംഭവം, അതാണ് കേട്ടോ. അത് ഞാൻ 2 എടുത്തിട്ടുണ്ട്. അതിന് ഒന്നിന് 20 രൂപയാണ്. നല്ല സ്മെല്ലുണ്ടായിന്. പിന്നെ നമ്മളെ ഇദ്ദൂട്ടനും സാർത്തൂട്ടനും ഞാൻ 2 വണ്ടിയും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അത് വേറെ ഏതോ സഞ്ചിയിലായിപ്പോയി. അപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ അത് കാണിച്ചിട്ടില്ലല്ലോ എന്ന് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ഒരു മഞ്ഞയും ചുവപ്പും വണ്ടി അവർക്ക് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാമാണ് ഞാൻ വാങ്ങിയ ഐറ്റംസ്. ഏകദേശം 20 രൂപേൻ്റെ ആണെങ്കിലും ഒരുപാട് ഐറ്റംസ് ഇല്ലേ. അപ്പോൾ ഏകദേശം നിങ്ങൾ നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും എത്ര പൈസയുടെ സാധനം ഞാൻ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വന്നിട്ടാകുമ്പോൾ എല്ലാവരും ഇതാ കിടക്കേണ്ട പരിപാടി നോക്കുമെന്ന്. പിന്നെ അപ്പോൾ ഇവിടെ പയ്യെല്ലാം വിരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ എന്നോട് പറയുന്നത്, എന്തിനാണ് നീ ഇതെല്ലാം എടുത്ത് കാണിക്കുന്നത്? ഞാൻ പറഞ്ഞു, എന്നാൽ നമ്മളെ വീടല്ലേ, നമ്മളെ വീട് ഇങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞ്. പിറ്റത്തെ ദിവസം ശനിയാഴ്ചയാണ് നമ്മളെ അമ്പലത്തിലെ ആരാധന ഉത്സവം തീരുന്നത്. അപ്പോൾ അന്നും നമ്മൾ പോയിട്ടുണ്ടായിനി. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ട് ഞാൻ അടുത്ത ദിവസം വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോട് ചെയ്യുക.